യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരു ദിവസം രാവിലെ ഒരു കുഞ്ഞുകുട്ടിയുമായി അവിടേക്കൊരു സ്ത്രീയും പുരുഷനും വന്നു. ആ കുഞ്ഞ് അവരുടെ കയ്യിൽ വന്ന് പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഹൈവേയുടെ അടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ അതിരാവിലെ ടാപ്പിങ്ങിന് പോയതായിരുന്നു അവർ. ആരോ ഉപേക്ഷിച്ച നിലയിൽ ഒരു പെൺകുഞ്ഞിനെ അയാൾക്ക് അവിടുന്ന് കിട്ടി. ആ പെൺകുഞ്ഞിനൊപ്പം ഒരു പാവക്കുട്ടിയുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ നോക്കിയപ്പോ 2-3 ദിവസം കൂടെ നിർത്താനാണ് പോലീസുകാർ പറഞ്ഞത്. അവസാനം അന്വേഷിച്ചു വരാൻ ആരുമില്ലെന്ന് ഉറപ്പായപ്പോ പോലീസുകാർ തന്നെയാ സ്നേഹസദനത്തിൽ എത്തിക്കാൻ പറഞ്ഞത്. അച്ഛൻ പറയുന്നത് എന്നെ പറ്റിയാണോ? സ്നേഹസദനത്തിൽ വന്നുപെടുന്ന മിക്കവാറും എല്ലാ കുട്ടികളുടെയും കഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് മോളെ. വന്ന കുട്ടികളുടെ എല്ലാം ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്ന പതിവുള്ളത് കൊണ്ട് ആ കുഞ്ഞിന്റെയും ഫോട്ടോ ഞാൻ എടുപ്പിച്ചു. അവര് കൊണ്ടുവന്നപ്പോ ഉണ്ടായിരുന്ന ഉടുപ്പും മാലയും പാവക്കുട്ടിയും ആ ഫോട്ടോയുടെ കൂടെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. കാലങ്ങൾക്കൊപ്പം ആ കുഞ്ഞും വളർന്നു വലിയ പെൺകുട്ടിയായി. പക്ഷേ കാലങ്ങൾക്ക് ശേഷം സ്നേഹസദനം ചിതറിപ്പോയ ഒരു രാത്രി ആ ഫോട്ടോയും ഉടുപ്പും മാലയും ഒക്കെയായി മറ്റൊരു പെൺകുട്ടി അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അവൾ ആ ഫോട്ടോയിലുള്ള കുഞ്ഞിന്റെ അച്ഛന് മുന്നിൽ താനാണ് മകളെന്ന പേരിൽ പരിചയപ്പെടുത്തി ആ അച്ഛന്റെയും വീട്ടുകാരുടെയും മുന്നിൽ മകളും പേരക്കുട്ടിയുമായി സ്ഥാനം പിടിച്ചു. പക്ഷേ യഥാർത്ഥ മകൾ ആ വീടിന് വെളിയിലുണ്ടായിരുന്നു. വിധി അവളെയും മറ്റൊരു തരത്തിൽ ആ വീട്ടിൽ തന്നെ എത്തിച്ചു. ആ വീട്ടിലെ ഒരാളുടെ ഭാര്യയായി. അങ്ങനെ ചെന്ന് കയറിയ ആ കുട്ടിക്ക് ഞാൻ പണ്ടിട്ട ഒരു പേരുണ്ട്, പൂജ. നന്ദഗോപന്റെയും അരുണിമയുടെയും യഥാർത്ഥ മകൾ അത് നീയാണ് മോളെ. മോളുടെ ചെറുപ്പത്തിൽ നടന്ന ഒരു ആക്സിഡന്റിൽ നിങ്ങൾ 3 പേരും ചിതറിപ്പോവുകയായിരുന്നു. നന്ദഗോപൻ കാലങ്ങളോളം വിശ്വസിച്ചിരുന്നത് നിങ്ങൾ 2 അയാളെ വിട്ടുപോയി എന്നാണ്. പക്ഷേ കാലം നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ എത്തിച്ചു. ഈ വിവരം ഞാൻ നിന്നോട് നേരത്തെ പറയാനിരുന്നതാണ് മോളെ. പക്ഷേ ഈ പാവച്ഛന് അതിനുള്ള ധൈര്യമില്ലാതെ പോയി. വിശ്വനാഥൻ സാറ് ജയിലിൽ കിടക്കുമ്പോൾ ഒരിക്കൽ സേനാപതി കാണാൻ ചെന്നു. ഈ വിവരം താൻ അറിഞ്ഞാൽ
എന്നെയും തന്നെ കൊല്ലൂന്ന് വരെ ഭീഷണിപ്പെടുത്തി. ജയിലിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോഴും ആ ഭീഷണി ഉണ്ടായിരുന്നു മോളെ. ഈ വിഷയം ഞാനും താനും അറിഞ്ഞാൽ പ്രിയയെ വെച്ച് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കില്ലെന്ന് അവർക്കറിയാം. അതാണ് ഭീഷണിയോട് പിന്നിലുള്ള കാരണം. ഇത് അജുവേട്ടൻ അറിഞ്ഞിട്ട് എത്ര കാലമായി? അറിഞ്ഞിട്ടും എന്നോട് ഇതെങ്ങനെ ഒളിച്ചു വെക്കാൻ തോന്നി? അതിനുള്ള കാരണവും ഞാൻ തന്നെയാണ് മോളെ. നിന്നോട് പറയാതെ അർജുൻ ശരിക്കും വീർപ്പുമുട്ടുകയായിരുന്നു. ജയിലിൽ നിന്ന് അരുണിമ പുറത്തിറങ്ങാതെ ഇത് പറയരുതെന്ന് ഞാനാണ് വിലക്കിയത്. ഇപ്പോൾ അരുണിമയെ സൂര്യപ്രഭയിലേക്ക് മാറ്റിയതുകൊണ്ട് മോളോട് ഇത് പറയാനുള്ള സമയമായെന്ന് തോന്നി. നമ്മൾ മൂന്നുപേരും അല്ലാതെ ഈ വിവരം അറിയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. നിന്റെ അമ്മ അരുണിമ. ഒരിക്കൽ അർജുൻ എന്നെയും ഇവിടുത്തെ കുട്ടികളെയും കൂടി അവിടെ ഒരു വിരുന്നിന് ക്ഷണിച്ചതോർക്കുന്നുണ്ടോ? നീ ആ വീട്ടിൽ അനുഭവിക്കുന്ന വിവേചനം നേരിട്ട് കാണിച്ചു തരാനായിരുന്നു അതെന്ന് എനിക്ക് അവിടെ എത്തിയപ്പോഴാ മനസ്സിലായത്. അന്ന് അർജുന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ സത്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അന്ന് അരുണിമ ആ മുറിയിലുണ്ടായിരുന്നു. ഈശ്വരാ, അയ്യോ, അപ്പോ എന്നെ രക്ഷിക്കാൻ അമ്മ ജയിലിൽ പോയതല്ലേ? പൂജ, താൻ അങ്ങനൊന്നും വിചാരിക്കില്ലേ? അല്ല, അങ്ങനെ തന്നെ അജുവേട്ടാ. എനിക്ക് വേണ്ടി അമ്മ ഈ ദുരിതം അനുഭവിക്കുന്നേ. ഇതിലും എത്രയോ വലിയ വേദനയിലൂടെ കടന്നുപോയവളാണ് നിന്റെ അമ്മ. അതൊന്നും നീ കാരണമായിരുന്നില്ലല്ലോ. അതിന്റെ തുടർച്ചയാണ് ഈ വേദനയും. അങ്ങനെ കണ്ടാൽ മതി. ഒരു കാര്യം മോള് മനസ്സിൽ വെക്കണം. ഇതൊന്നും ആരോടും ഇപ്പോഴേ വിളിച്ചു പറയാൻ നിൽക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിലൂടെ മോളെയും അച്ഛനെയും അമ്മയെയും അവസാനിപ്പിക്കാൻ ശ്രമിച്ചവർ ഇപ്പോഴും പുറകെയുണ്ട്.